വാർത്തകളിലേക്ക് നമുക്ക് വരാം. കോഴിക്കോട് പശുക്കടവിലെ വീട്ടമ്മയുടെ മരണത്തിൽ പ്രദേശവാസിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. പശുക്കടവ് സ്വദേശി ചീരമറ്റം ലിനീഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബോബിയുടെ മരണകാരണം വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ദിൽഷ, വളരെ ദാരുണമായ സങ്കടക്കടലിലാക്കുന്ന ഒരു മരണമാണ്. പശുവിനെ അന്വേഷിച്ചു പോയതാണ് ബോബി. പക്ഷേ പശുവും ഒപ്പം തന്നെ ബോബിയുടെയും ജീവനില്ലാത്ത ശരീരമാണ് ലഭിച്ചത്. ഈ കെണി അനധികൃതമായിരുന്നോ? എന്തുകൊണ്ടാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് നടന്നത്. ഈ പശുവിനെ മേയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു ബോബി. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് കോങ്ങാട് മലയിലേക്കായിരുന്നു പോയത്. രാത്രി 7 മണി കഴിഞ്ഞിട്ടും തിരികെ വീട്ടിലെത്തിയില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ പശുവിന്റെയും അതുപോലെ തന്നെ ബോബിയുടെയും മൃതദേഹം കിട്ടുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ചീരമറ്റം ലിനീഷിനെ, ദിലീപ് എന്നാണ് ഇയാൾ പ്രദേശത്ത് അറിയപ്പെടുന്നത്, ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് കെണി വെച്ചിട്ടുള്ളത് ഈ ലിനീഷ് ആണ് എന്ന ഒരു സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥലം ഉടമയായിട്ടുള്ള ആലക്കൽ ജോസിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കൊക്കോ മരത്തിൽ ഫെൻസിംഗ് ഘടിപ്പിച്ച ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഷോക്കേറ്റാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉള്ളതായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കെണി വെച്ചത് ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റഡി ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുകയാണ്. ബിനിൽ, ശരി, ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേർത്തത്.